എല്ലാവർക്കും അബിനസ് സീക്വൻസിന്റെ തേർഡ് പാർട്ടിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ nth ടേം കാണാൻ പഠിച്ചല്ലേ. x is equal to x1 plus n minus 1 into d. അത് വെച്ചിട്ട് കുറെ പ്രോബ്ലം ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അത് തന്നെയാണ്. അതിന്റെ മറ്റു ചില പേരുകളൊക്കെ മനസ്സിലാക്കുക. nth പദം അല്ലെങ്കിൽ ബീജഗണിത രൂപം അല്ലെങ്കിൽ പൊതുരൂപം, nth ടേം, ആൾജിബ്രിക് എക്സ്പ്രഷൻ, അതുപോലെ ജനറൽ ഫോം, ജനറൽ ടേം, ഇതൊക്കെ ഒരേ പേര് തന്നെയാണ്, ഒരേ ഇക്വേഷൻ തന്നെയാണുള്ളത്. നമ്മൾ പഠിച്ച nth ടേം എന്താണ്? xn equal to x1 plus n minus 1 into d. അല്ലേ? ഇവിടെ നമ്മൾ n ന്റെ വാല്യൂ ആണ് പഠിച്ചു, xn minus x1 by d plus. അല്ലേ? ഇവിടെ നിന്നും n പദത്തിന്റെ മറ്റു പേരുകൾ തന്നെയാണ്. ഇതൊക്കെ ഒരേ ഇക്വേഷൻ തന്നെയാണ്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ xn അതുപോലെ എഴുതി. x1 നെ നമുക്ക് തൽക്കാലം f എന്ന് കൊടുത്തു. അല്ലേ? പ്ലസ് ഈ n minus 1 into d എന്നുള്ളത് d ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. d യും n ഉം ഗുണിച്ചാൽ dn അല്ലെങ്കിൽ nd. അല്ലേ? dn പ്ലസ് ഇനി d യും minus 1 ഗുണിച്ചാൽ മൈനസ് dn minus d. ഓക്കെ, d യും n ഗുണിച്ചാൽ dn, d minus 1 ഗുണിച്ചാൽ മൈനസ്. ഇനി ഈക്വൽ ഈ dn എന്നുള്ളത് ആദ്യം എഴുതി. ഓക്കെ, പിന്നെ വരേണ്ടത് f ഉം മൈനസ് d, അത് പിന്നെ എഴുതി. dn എഴുതി, f എഴുതി, മൈനസ് d. എന്നിട്ട് ഇവർക്കൊരു ബ്രാക്കറ്റ് കൊടുക്കും. x is equal, ഈ ഇക്വേഷൻ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഓർഡർ ഒന്ന് മാറ്റി എഴുതിയത് തന്നെയാണ്. x is equal to dn plus f minus d. ഇതാണ് nth ടേം, ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെ x1 plus n minus 1 into d ല്ലേ, അത് തന്നെയാണ് dn plus f minus d. ഓക്കെ, ഈ x n എന്നതിന്റെ സഫിക്സ് ആണ്, താഴെയാണ്. എന്നാൽ ഈ n താഴെയല്ല, d യുടെ കൂടെയാണ്. d യും n ഉം മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇത് ചോട്ടിലാണുള്ളത്, ശ്രദ്ധിക്കുക. dn plus f minus d. അപ്പോൾ രണ്ടിന്റെ സീക്വൻസിന്റെ nth ടേം അല്ലെങ്കിൽ ജനറൽ ഫോം അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ, എല്ലാവരും പൊതുരൂപം അല്ലെങ്കിൽ ബീജഗണിത രൂപം കാണാൻ പറഞ്ഞാൽ ഇത് തന്നെയാണ്, ഇത് തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ 15, 20, 25 etc. ഈ ആൽജിബ്രിക് സീക്വൻസിന്റെ nth ടേം കാണുക എന്നാണ് ക്വസ്റ്റ്യൻ. ചിലപ്പോൾ nth ടേമോ ചിലപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ, ഈ മൂന്നിൽ ഏത് ചോദിക്കും കേട്ടോ. അപ്പൊ nth ടേം കാണും. What is the equation to find nth term of an algebraic sequence? xn equal to dn plus f minus d. അല്ലേ? ഇതാണ് ഇക്വേഷൻ. ഇനി d യും f ഉം അറിഞ്ഞിരിക്കണം. ഇതിൽ എവിടെയാണ് f എത്ര d എത്ര? f equal to first term, f equal to 15 and d equal to common difference എത്രയാണ്? 5 വീതം കൂടും. അല്ലേ? ഇനി ഇവിടെ കൊടുക്കും equal to d യുടെ കൂടെ n, d എത്രയാണ്? 5. അപ്പൊ 5n പ്ലസ് f മൈനസ് d, f ന്റെ വാല്യൂ മൈനസ് d യുടെ വാല്യൂ, which is equal to 5n. 15 മൈനസ് 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അല്ലേ? ഇനി 5n പ്ലസ് 10 എന്നുള്ളതിനെ ഇത് രണ്ടും കൂട്ടി എഴുതാൻ പറ്റില്ല. ഇവിടെ 5n ഉം ഇത് 10n ഉം ആണെങ്കിൽ ഇവിടെ n ഉണ്ടെങ്കിൽ 5n പ്ലസ് 10n നമുക്ക് 15n എഴുതാം. ഇനി ഇവിടെ n ഇല്ല എന്ന് കരുതിയാൽ 5 പ്ലസ് 10 അപ്പൊ 15 എന്ന് വരും. രണ്ട് ഭാഗത്തും n ഉണ്ടാവണം, അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും n ഇല്ലാതെ എങ്കിലേ കൂട്ടാനോ കുറക്കാനോ പറ്റുള്ളൂ. ഇത് ഒരു ഭാഗത്തുണ്ട് ഒരു ഭാഗത്തില്ല എങ്കിൽ ഇത് കൂട്ടാൻ പറ്റില്ല. ഇത് ഇങ്ങനെ എടുക്കുക, xn equal to 5n plus 10. ഇതാണ് ഈ ആൽജിബ്രിക് സീക്വൻസിന്റെ nth ടേം. ഇനി ആൾജിബ്രിക് എക്സ്പ്രഷൻ പറഞ്ഞാലും ഇതിനെ ജനറൽ ഫോം എന്ന് പറഞ്ഞാലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 48, 45, 42 etc. Find its algebraic expression. ഇതിന്റെ ബീജഗണിത രൂപം കാണുക. ബീജഗണിത രൂപം കാണാനെങ്കിൽ algebraic expression. ആൻസർ ഇക്വേഷൻ ഏതാണ്? x equal to dn plus f minus d തന്നെയാണ്. d യും f ഉം എഴുതണം. ഇവിടെ d എത്രയാണ്? d 3 വീതം കുറയാണ്. അല്ലേ? അപ്പൊ d equal to -3 ആണ്. f equal to 48 ആണ്. അല്ലേ? ഈക്വൽ ടു dn. അപ്പോ -3 ആണ് dn. ഓക്കെ, dn f minus d, f എത്രയാണ്? 48 ആണ്.
മൈനസ് കിട്ടും. 48 ഇട്ടോ ഈ മൈനസ് കിട്ടും. ഓക്കെ, ഇനി ഡിയുടെ വാല്യൂ എത്രയാണ്? ഡിയുടെ വാല്യൂ -3 ആണ്. ഈ മൈനസ് ആണ് ഇത്. പിന്നെ ഡിയുടെ വാല്യൂ -3 ആണ്. ഇത് കൂടാതെ ഒരു മൈനസ്. സോ -3n പ്ലസ് 48 പ്ലസ് 3 -3n എഴുതാം. 48 ഉം 3 ഉം ആഡ് ചെയ്താൽ 51. ലാസ്റ്റ് xn ഈക്വൽ ടു -3n പ്ലസ് 51. ഇതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ എന്നാം പദം. പൊതുരൂപം, ബീജരൂപം, ജനറൽ ഫോം ഒക്കെ എഴുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ -24 -26 -28 ആൾജിബ്രിക് എക്സ്പ്രഷൻ കാണും അല്ലെങ്കിൽ ജനറൽ ഫോം കാണും. ഇക്വേഷൻ ഇതാ സെയിം ആണ്. ഡിയും എഫും ആദ്യം നമുക്ക് കാണാം. ഡി എത്ര? എഫ് ഡി ഈക്വൽ എങ്ങനെയാണ്? കോമൺ ഡിഫറൻസ് എങ്ങനെയാണ്? ഡി ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ്. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് അല്ലേ? ഏതാ സെക്കൻഡ് ടേം? -26 കുറക്കണം. ഫസ്റ്റ് ടേമോ -20 ഈക്വൽ ടു -26 ചെയ്താ രണ്ട് മൈനസ് പ്ലസ് ആവും. പിന്നെ 24 -26 പ്ലസ് 24 ഒരു മൈനസ് ഒരു പ്ലസ് വന്നാൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. വലുതിന്റെ സൈൻ നോക്കും അല്ലെ? 2 ആണ് വലുതിന്റെ സൈൻ -2. ഇനി dn പ്ലസ് f മൈനസ് c കൊടുക്കും. അപ്പൊ എന്ത് വരും? x ഈക്വൽ ടു dn. ഡിയുടെ കൂടെ ഏതാ? ഡിയുടെ കൂടെ ഇതല്ല ഡിയുടെ കൂടെ പ്ലസ് f മൈനസ് c ആണ്. f എഴുതാം. ഇതാണ് f മൈനസ് c ആണ്. ആ മൈനസ് ഇട്ടു. f എഴുതി മൈനസ് ഡിയുടെ മൈനസ് ഇട്ടു. ഇനി ഡിയുടെ വാല്യൂ ഉണ്ട്. ഡിയുടെ വാല്യൂ -2. സോ -2n പ്ലസ് ഇത് -24 പ്ലസ് 2 അല്ലേ? രണ്ട് മൈനസ് അടുപ്പിച്ച് പ്ലസ് 2 ദാറ്റ് ഈസ് -2n എഴുതും. ഇവിടെ മൈനസ് പ്ലസ് വന്നാൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. വലുതിന്റെ സൈൻ തമ്മിൽ കുറച്ചാൽ 22 കിട്ടും. വലുതിന്റെ സൈൻ നെഗറ്റീവ്. സോ -20. ഇതാണ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ nth ടേം അല്ലെങ്കിൽ ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ജനറൽ. ഓക്കേ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ എന്നാം പദം 7n+1 ആണ് എങ്കിൽ ആ ശ്രേണി എഴുതുക. The nth term of an arithmetic sequence is 7n+1. Write the sequence. സാധാരണ ഇതുവരെ നമ്മൾ പറഞ്ഞത് സീക്വൻസ് തന്നിട്ട് അതിന്റെ nth term എന്നാമതെന്ന് കാണാനാണ് അല്ലേ? ഇത് നേരെ മറിച്ചാണ്. എന്നാമതം nth term നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ സീക്വൻസ് ഏതാണ് എന്നാണ് പറയുന്നത്. എന്നാമത് സീക്വൻസ് എന്നാൽ എന്നാമത് nth term ആണെങ്കിൽ ഡിയും എഫും കണ്ടുപിടിച്ചിട്ട് dn പ്ലസ് എഫ് മൈനസ് ചെയ്താൽ മതി അല്ലേ? ഇവിടെ nth term തന്നിരിക്കുന്നു. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ആ സീക്വൻസ് ആണ്. ഏതൊരു സീക്വൻസ് ചെയ്താൽ സീക്വൻസ് ചെയ്തെങ്കിൽ ഫസ്റ്റ് ടേം കിട്ടണം, സെക്കൻഡ് ടേം കിട്ടണം, തേർഡ് ടേം കിട്ടണം. 3 എഴുതിയിട്ട് എക്സെപ്റ്റ് ഇടണം അല്ലേ? മിനിമം 3 വേണം. ഇത് 4 5 കുഴപ്പമില്ല. അപ്പോ ഇത് ഏത് സീക്വൻസിന്റെ nth ടേം ആണ് എന്നറിയാൻ ആ സീക്വൻസ് കാണാൻ ഫസ്റ്റ് ടേമിനെ കാണാം, സെക്കൻഡ് ടേമിന്, തേർഡ് ടേമിനെ കാണാം. ഇവിടെ എന്നുണ്ട്, ഇവിടെ ഉണ്ട് അല്ലെ? ഇത് nth ടേം ആണ്. ഇവിടെ 1 കൊടുത്താൽ x 1 ആവും. നമുക്ക് ഫസ്റ്റ് ടേം കൊടുക്കും. 2 കൊടുത്ത സെക്കൻഡ് ടേം, 3 കൊടുത്ത തേർഡ് ടേം. നമുക്ക് ആ സീക്വൻസ് എഴുതണമെങ്കിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും തേർഡ് ടേമും കൊടുക്കാം. അപ്പൊ എന്തിന് 1 കൊടുക്കാം? x1 ഈക്വൽ ടു ഇവിടെയും 1 കൊടുക്കാം. ഇത് x1 ആണ്. 7 ഇവിടെ നോക്കുമ്പോ 7 into 1 ആണ്. എന്ത് പറയണേ? 7 into 1 plus 1 equal to 7 into 1 ആദ്യം ചെയ്യാം. അത് എത്രയാണ്? 7 ആണ്. Then plus 1. ഇത് 7 plus 1 equal to 8. അതല്ലാതെ 7 into 1 plus 1 7 ഓട് നിർത്തിയിട്ട് 1 plus 1 2 ആക്കിയിട്ട് 7 into 2 ചെയ്താൽ 14 ആവും. അത് തെറ്റാണ്. ഇതാണ് ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അതാണ് അഡിഷൻ. x1 ഇനി x2 equal to ഏതാ x2? 7n plus 1 അല്ലേ? ഇവിടെ ഇട്ട് കൊടുക്കുമ്പോ x2 equal to 7 into 2 plus 1. 7 into 2 എത്രയാണ്? 14 plus 1 എത്ര? 50 അല്ലേ? x3 equal to തേർഡ് ടേം എങ്ങനെയാണ്? എന്ത് തേർഡ് ടേം? 7 into 3 plus 1 21 plus 1 equal to 22. മൂന്നാളുകൾ കിട്ടിയില്ലേ? Therefore our sequence equal to 8 ഫസ്റ്റ് വന്നു,
പിന്നെ 15 വന്നു, പിന്നെ 22 എക്സെട്ര. ഇതാണ് ആ സീക്വൻസ്. ഇതിന്റെ സീക്വൻസ് ഇതാണ്. ഇനി ഈ സീക്വൻസിന്റെ nth ടേം കണ്ടാൽ നിങ്ങൾക്ക് അതിനെ കിട്ടും. എങ്ങനെ nth ടേം ആണ്? dn പ്ലസ് f മൈനസ് c ചെയ്താൽ നിങ്ങൾക്ക് dm f ഒക്കെ കൊടുത്താൽ ഇത് കിട്ടും. ഈ nth ടേമിന്റെ സീക്വൻസ് ആണ് ഈ സീക്വൻസിന്റെ nth ടേം. ഒരു സീക്വൻസിൽ ഒരു nth ടേമേ ഉണ്ടാവുള്ളൂ. ഒരു nth ടേം എന്ന പേരിൽ ഒരു സീക്വൻസേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോ സീക്വൻസ്. ഇനി ഇതിന്റെ നാലാമത്തെ ടേം ആണ്. ഫോർത്ത് ടേം എന്ത് ചെയ്യാം? ഫോർത്ത് ടേം, ഫിഫ്ത് ടേം, ഫൈവ് ടേം. അപ്പൊ ഈ സീക്വൻസ് nth ടേം വന്നിട്ട് ആ സീക്വൻസ് കാണാൻ നമ്മൾ കണ്ടു. ആ സീക്വൻസിന്റെ 20ാമത്തെ ടേം കാണാൻ പറഞ്ഞാ ഈ സീക്വൻസിൽ 20ാമത്തെ കാണാൻ പറഞ്ഞു. എന്നിന് കൊടുത്താ പോലെ എന്നിന് 20 കൊടുത്താ x20 ഈക്വൽ ടു 20 കൊടുക്കും. 7 into 20, 7 into 20, then plus 1. ഇത് കൊടുത്താൽ 140 ആണ്. 140 plus 1, 141. ഇതാണ് ഈ സീക്വൻസിന്റെ 20th ടേം അല്ലേ? ഇല്ലെങ്കിൽ 20th ടേം ആണ് 20ാമത് അറിയാം. x1 plus 19 നമ്മൾ പഠിച്ചില്ലേ? അങ്ങനെ ചെയ്തു. ഇതിലെ 11th ടേം എങ്ങനെയാണ്? 11 കൊടുത്താൽ മതി. 7 into 11, 77 plus 1, 78. ഏത് ടേമും നമുക്ക് ഇത് വെച്ച് കാണാം. ഓക്കെ, ഇല്ലെങ്കിൽ 11th ടേം കാണാൻ x1 ഈക്വൽ ടു x1 പ്ലസ് 10d ചെയ്താലും. അടുത്ത ദിവസം നോക്കാം. ഒരു സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം തന്നിരിക്കുന്നു 4n minus 2. Write the sequence and find this 15th term. Sequence ഏതാണ്? 15th term ഏതാണ്? ഓക്കെ, d കാണാം, x 15. അതിന് മുമ്പ് ഇവിടെ നോക്കുക. ഈ സീക്വൻസിലേക്ക് നോക്കുക, ഇവിടേക്ക് നോക്കുക. ഇതിന്റെ സീക്വൻസ് ആണ്. ഈ സീക്വൻസിന്റെ nth ടേം ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്ര? ഇതിലേക്ക് 7 കൊടുക്കുന്നു അല്ലേ? 7. അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് 7 ആണ്. ഓക്കെ, അടുത്ത ദിവസം ചെയ്തിട്ടുണ്ട്. ഇവിടെ d ഈക്വൽ ടു x1 കാണാം, x2 കാണാം, x3 കാണാം അല്ലേ? കോമൺ ഡിഫറൻസ് കാണാം, സീക്വൻസ് കാണാം, സീക്വൻസും കാണാം. സീക്വൻസ് ആണ് പ്രശ്നം. സീക്വൻസ് എഴുതണം, കോമൺ ഡിഫറൻസ് കാണാം, 15th ടേം കാണാം. അപ്പൊ ഫസ്റ്റ് ടേം കാണാൻ 1 കൊടുക്കാം. 1 കൊടുത്തോളൂ. x1 ഈക്വൽ ടു 4 into 1 minus 2. 4 into 1 4 ആണ്. 4 minus 2 ലാസ്റ്റ് 2. അപ്പൊ ഫസ്റ്റ് ടേം 2 ആണ്. സെക്കൻഡ് ടേം എങ്ങനെ? x ന് 2, n ന് 2. x1 കണ്ടു അല്ലേ? ഇനി x2 സെക്കൻഡ് ടേം ആണ്. n ന് 2 കൊടുക്കാം. x2 ഈക്വൽ ടു 4 into 2 minus 2. 4 into 2 8 ആണ്. 8 minus 2 6. തേർഡ് ടേം 3 കൊടുക്കാം. 4 into 3 minus 2. 4 into 3 ആണ് ചെയ്യാം. 12 minus 2 equal to 10. മൂന്ന് ടേം കിട്ടിയാൽ സീക്വൻസ് ചെയ്യണം. Therefore the sequence, our sequence is ready. 2, 6, 10, etc. ഇതാണ് സീക്വൻസ്. എത്രയായിരിക്കും ഇതിന്റെ കോമൺ ഡിഫറൻസ്? 4 കൂടി അല്ലേ? കോമൺ ഡിഫറൻസ് 4 ആണ്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 7 കൂടി. കണ്ടാ, ഇവിടെ എന്നിന്റെ കൂടെ 7 ഉണ്ട്. അതാണ് ഇവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട് വരിക. നമ്മൾ പറയുന്നത് ഇവിടെ എന്നിന്റെ കൂടെ എത്ര? 4 അല്ലേ? അതാണ് ഇവിടെ കോമൺ ഡിഫറൻസ് ആയിട്ട്. ഇനി നമുക്ക് സീക്വൻസ് ചെയ്ത് കോമൺ ഡിഫറൻസ് ചെയ്ത് 15th ടേം. എങ്ങനെ 15th ടേം സാധാരണ കാണാം? x1 പ്ലസ് 14d ചെയ്താൽ മതി അല്ലേ? ഇല്ലെങ്കിൽ ഇവിടെ കൊടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് കണ്ട മാതിരി 2 കൊടുത്ത സെക്കൻഡ് കിട്ടും, 15 കൊടുത്താൽ 15 കിട്ടും. സോ x 15 ഈക്വൽ ടു 4 into 15. 4 into 15 minus 2. 4 into 15 ചെയ്യാം. 60 minus 2. That's answer 15. ഈ സീക്വൻസില് 15th ടേം 20, 58. 15th ടേം 50. അപ്പൊ ഒരു കാര്യം കൂടെ ഓർക്കാം. nth ടേം എന്നാൽ ആ സീക്വൻസ് കാണാം. ആ സീക്വൻസ് ആണ് nth ടേം. ഈ nth ടേം ഉള്ള വേറെ ഒരു സീക്വൻസ് ഇല്ല, അത് ഈ മാത്രമേ. അതുപോലെ ഈ സീക്വൻസിന് വേറെ ഒരു nth ടേം ഉണ്ടാവുകയില്ല. ഇവന്റെ സീക്വൻസ് ആണ്. അതുകൊണ്ട് ഈ സീക്വൻസിന്റെ nth ടേം എന്നാമത് മാത്രം. ഇവന് വേറെ സീക്വൻസ് ഉണ്ടാവില്ല, ഈ സീക്വൻസിന് വേറെ ഉണ്ടാവില്ല. യൂണീക്ക് ആയിരിക്കും. എന്നിന്റെ കൂടെ വരുന്ന സംഖ്യ ആയിരിക്കും പൊതു വ്യത്യാസം. കണ്ടാ, എന്നിന്റെ കൂടെ വരുന്ന സംഖ്യ ആയിരിക്കും പൊതു വ്യത്യാസം. അതുപോലെ ഇവിടെ n ഹൈഡ് ചെയ്യാം. n ഇല്ലാതെ കരുതുക. 4 minus 2 അല്ലേ? അത് എത്രയാണ്? 4 minus 2. അതായിരിക്കും ഫസ്റ്റ് ടേം വരിക. കണ്ടോ, 4 minus 2. ഈ എന്നെ കൊത്തി പിടിച്ചാൽ 4 minus 2 എന്ന് പറഞ്ഞാൽ n 1 കൊടുക്കാൻ ഉദ്ദേശിച്ചു. 4 minus 2 അല്ലേ? ഞാൻ ഫസ്റ്റ്.
ഇവിടെ എന്റെ 10 പിടിച്ചാൽ എന്താണ് അതായിരിക്കും ഫസ്റ്റ് ടേം 7 പ്ലസ് 1 ഏതാ 8 ഓക്കെ xn ഈക്വൽ ടു n പ്ലസ് 4 പൊതുരൂപം n പ്ലസ് 4 ആണ് ശ്രേണി എഴുതും പിന്നെ 10ാമത്തെ പദവിയിൽ ഒരു പദം കാണും ഓക്കെ n ന് 1 കൊടുക്കാം x1 ഈക്വൽ ടു 1 കൊടുക്കുമ്പോ 1 പ്ലസ് 4 അല്ലേ 1 പ്ലസ് 4 ഈക്വൽ ടു 5 2 അവ 2 കൊടുക്കുമ്പോ 2 പ്ലസ് 4 6 3 കൊടുക്കുമ്പോ 3 പ്ലസ് 4 7 സീക്വൻസ് പറയൂ 5 6 7 കോമൺ ഡിഫറൻസ് പറയൂ എത്ര വീതം കൂടുന്നു 1 വീതം അല്ലേ 10th ടേം 10ാമത്തെ പദം എങ്ങനെയാണ് x10 ഈക്വൽ ടു 10 കൊടുത്തോ 10 പ്ലസ് 4 എത്ര കിട്ടും 14 കിട്ടും ഓക്കെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നോക്കുക n ന്റെ കൂടെ വരുന്ന സംഖ്യ n ന്റെ കൂടെ ഒരു നമ്പറും കാണുന്നില്ലെങ്കിൽ അവിടെ 1 കില്ല ഓക്കെ ഇവിടെ 1 കില്ല ഇതാണ് കോമൺ ഡിഫറൻസ് ഇനി n ഹൈഡ് ചെയ്യാം അപ്പൊ ഈ 1 കണ്ടിട്ടില്ലെങ്കിൽ 4 ആ കിട്ടുക n ഹൈഡ് ചെയ്യുമ്പോൾ എന്ത് വേണം 1 ഉണ്ടാവണം അവിടെ നമ്പർ കാണില്ലെങ്കിൽ 1 ഉണ്ടാക്കിയത് കേട്ടോ 1 പ്ലസ് 4 അതായിരിക്കും ഫസ്റ്റ് ടേം ഓക്കെ ഇനി ഇവിടെ 2 മൈനസ് 6 എന്നാണ് ഫസ്റ്റ് ടേം ആണ് x1 ഈക്വൽ ടു 2 മൈനസ് എന്നിട്ട് കൊണ്ട് കൊടുക്കാം 2 മൈനസ് 6 into 1 6 into 1 that is 2 minus 6 2 minus 6 എന്താ വരിക മൈനസ് അടുത്ത x2 ഈക്വൽ ടു ഇവിടെ 2 കൊടുക്കാം 2 മൈനസ് 6 into 2 2 മൈനസ് 6 into 2 2 മൈനസ് 12 ഈക്വൽ ടു 10 അല്ല മൈനസ് x3 ഈക്വൽ ടു 2 മൈനസ് 6 into 3 2 minus 18 equal to minus 16 മൂന്ന് ടേമായ സീക്വൻസ് ചെയ്താൽ ശ്രേണി -4 -10 -14 എക്സെട്ര ഇതിന്റെ കോമൺ ഡിഫറൻസ് തമ്മിൽ കുറച്ചാൽ മതി -10 -4 -10 പ്ലസ് 4 -6 എന്നിന്റെ കൂടെ വരുന്ന സംഖ്യ -6 അതായത് കോമൺ ഡിഫറൻസ് ഓക്കെ ഫസ്റ്റ് ടേം അറിയണമെങ്കിൽ ഈ എന്നെ ബുദ്ധിമുട്ടാണ് എന്താ 2 minus 6 അങ്ങനെ തന്നെ അവിടെ കിട്ടി അതായിരിക്കും ഫസ്റ്റ് ടേം അപ്പോൾ ഓർക്കുക ഒരു അറ്റൻഡ് സീക്വൻസിന്റെ nth ടേമിൽ n ന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും അതിന്റെ കോമൺ ഡിഫറൻസ് അതുപോലെ ആ n ഹൈഡ് ചെയ്താൽ എന്താണോ അതിന്റെ സം ആയിരിക്കും ഫസ്റ്റ് ടേം ഓക്കേ അടുത്തത് ഒരുപാട് nth ടേംസ് ഉണ്ട് 1 2 3 4 നാല് സീക്വൻസിന്റെ nth ടേമുകൾ അവിടെ നിന്ന് നമ്മൾ അവരുടെ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും പിക്ക് ചെയ്യണം ആ സീക്വൻസ് ഏതാണെന്ന് മനസ്സിലാക്കാം x ഈക്വൽ ടു 3n പ്ലസ് 10 ആണ് എങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് ഇവിടുന്ന് കിട്ടും n ന്റെ കൂടെ വരുന്ന സംഖ്യ ഏതാ ഇതിന്റെ കൂടെ ഒപ്പം വരുന്ന സംഖ്യ കോഎഫിഷ്യന്റ് ഓഫ് ഗുണോത്തരം 3 അല്ലേ 3 ആയിരിക്കും അതിന്റെ കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം അതായത് ആ ശ്രേണി 3 വീതം കൂടി പോകുന്ന അതുപോലെ ഫസ്റ്റ് ടേം കിട്ടണമെങ്കിൽ എങ്ങനെ ഫസ്റ്റ് ടേം കാണാം n ന് 1 കൊടുക്കൂലേ നമ്മളിവിടെ 1 കൊടുത്താൽ 3 into 1 3 വരെ അതായത് ഈ 3 എന്റെ പൊത്തി പിടിച്ചെന്താ 3 plus 10 അതെത്ര 3 plus 10 എത്ര 13 അതായിരിക്കും ഫസ്റ്റ് ടേം അതായത് ആ സീക്വൻസ് 13 ലാണ് സ്റ്റാർട്ട് ചെയ്യാം 3 വീതം കൂടി പോകും അപ്പൊ ആ സീക്വൻസ് 13 3 വീതം കൂട്ടാ 16 19 ഓക്കെ 13 16 19 ഇതായിരിക്കും ആൻസർ ഇനി ഈ സീക്വൻസിന്റെ nth ടേം കണ്ടോക്കാം നിങ്ങൾ 3n പ്ലസ് ഇതെടുക്കാം അതിൽ -8n പ്ലസ് 20 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് വിത്തൗട്ട് എനി ഡൗട്ട് യു കാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് -8 the coefficient of n is the common difference so -8 എന്നാ 8 വീതം കുറയും സീക്വൻസ് ട്ടോ n നോക്കി പിടിച്ചാൽ 8 പ്ലസ് 20 28 അല്ല -8 ആണ് -8 പ്ലസ് 20 ആണ് വരിക തമ്മിൽ കുറയും 12 ആണ് വരിക അപ്പൊ 12 ആണ് ആ സീക്വൻസ് സ്റ്റാർട്ട് 12 സ്റ്റാർട്ട് ചെയ്ത് എത്ര വീതം കൂടി പോകും 8 വീതം കുറയും 12 തുടങ്ങി 8 കുറയും അപ്പൊ 12 അടുത്ത 8 കുറയ്ക്കും 8 കുറക്കുമ്പോ 12 8 പോയാൽ 4 അല്ലേ ഇനി 5 8 കുറക്കും 4 8 കുറക്കുമ്പോ -4 അടുത്ത മൈനസ് 8 കുറക്കും 4 8 കുറയ്ക്കും 4 -8 ഇതാണ് വരും കേട്ടോ 12 8 പോയാല് 4 അല്ലേ 4 8 കുറച്ചാൽ -4 x അത് x ഈക്വൽ ടു 4n അത്രേ ഉള്ളൂ അപ്പൊ ഒന്നും
കോമൺ ഡിഫറൻസ് എന്നിന്റെ കൂടെ ഉള്ളതാണ് ആരാ? ഫസ്റ്റ് ടേമോ എന്ന് പൊത്തിപ്പിടിച്ചാൽ മതി, അപ്പുറം അപ്പുറം കാണാൻ എത്ര അതിന് ഇവിടെ മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഫസ്റ്റ് ടേം. അതായത് സാധാരണ എത്ര n പ്ലസ് ഇത്ര അല്ലെങ്കിൽ മൈനസ് ഇത്ര ഒക്കെ വരും. ഇവിടെ 4n മാത്രം, ഇവിടെ ഒരു നമ്പർ ഇല്ല. അങ്ങനെ വരാൻ കാരണം അതിന്റെ ഫസ്റ്റ് ടേം തന്നെയായിരിക്കും അതിന്റെ കോമൺ ഡിഫറൻസ്. എഫ് മൈനസ് ടി എന്നുള്ള സാധനം എഫും ഡിയും ഒരേ നമ്പറായ 0. അങ്ങനെയാണ് ഇത് എഫ് മൈനസ് ടി. ഇത് ഏതോ എഫ് മൈനസ് ടി ആണ്. ഇത് അവരുടെ എഫ് മൈനസ് ടി മാത്രമാണ്. ഇത് ഇതിന്റെ എഫ് മൈനസ് ടി ആണ്. ഇവിടുത്തെ എഫ് മൈനസ് ടി 0 ആണ്. എഫ് മൈനസ് ടി 0 ആണെങ്കിൽ എഫും ഡിയും ഒരേ നമ്പറാണ്. അതാ അതിന്റെ എഫും ഡിയും സെയിം. അതുകൊണ്ടാണ് ഇങ്ങനെ. ഓക്കെ, അപ്പൊ 4ൽ തുടങ്ങുക, 4 വീതം കൂട്ടുക എന്ന് പറഞ്ഞാൽ 4 മൾട്ടിപ്പിൾ 4, 8, 12 എക്സെട്ര. ഇതാണ് സീക്വൻസ്. n മൈനസ് 7 എന്റെ കൂടെ 1 എടുക്കുക കേട്ടോ. കോമൺ ഡിഫറൻസ് 1 ഉണ്ട്. 1 എഫ് എന്റെ ഹൈഡ് ചെയ്യാം. ഈ 1 ഇട്ടില്ലെങ്കിൽ മൈനസ് 7 നിങ്ങൾ അതല്ല, ഇവിടെ 1 ഉണ്ട്. അപ്പൊ 1 മൈനസ് 7 മൈനസ് 6 ആണ്. മൈനസ് 6 സ്റ്റാർട്ട് ചെയ്യും, ഓരോന്ന് വീതം കൂടും. സോ മൈനസ് 6 കോമ ഇതിലേക്ക് ഒന്ന് കൂട്ടുമ്പോ മൈനസ് 5 ആണ്. പിന്നെ കൂട്ടുമ്പോ മൈനസ് 4 എക്സെട്ര. ഇതാണ് സീക്വൻസ്. അപ്പൊ എന്ത് ടേം കണ്ടാൽ ഉടനെ നിങ്ങൾ കോമൺ ഡിഫറൻസും അതുപോലെ ആ സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും പെട്ടെന്ന് മനസ്സിലാക്കാം. കുറച്ചായിട്ട് ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും ഇതിന്റെ nth ടേം ആൾജിബ്രിക് എക്സ്പ്രഷൻ ജനറൽ ഫോം പൊതുരൂപം എന്നാമത് ബീജ രൂപം പെട്ടെന്ന് ട്രിക്ക് ഉപയോഗിച്ച് കണ്ടുപിടിക്കും. 24, 13, 36 എക്സെട്ര. ഇതിന്റെ nth ടേം dn പ്ലസ് എഫ് മൈനസ് ടി ചെയ്താൽ കിട്ടും. നമ്മള് വളരെ എളുപ്പത്തിൽ പറയാം. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാണ് നോക്കുക. എത്ര കോമൺ ഡിഫറൻസ്? 24, 30, 6 കൂടി 6 കൂടി എത്ര കോമൺ ഡിഫറൻസ്? 6. ആ 6 ഇല്ല, അതിന്റെ കൂടെ തന്നെയാണ് 8. കോമൺ ഡിഫറൻസിന്റെ കൂടെ 2 കൊടുക്കും. ഓക്കെ, ഇനി ഇവിടെ നമ്പർ വേണോ വേണ്ടോ നമുക്ക് തീരുമാനിക്കണം. ചിലപ്പോ പ്ലസ് ആയിക്കാം, ചിലപ്പോ മൈനസ്. ഇവിടെ എന്ത് ഹൈഡ് ചെയ്യാം? എന്ത് പൊത്തി പിടിച്ചാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നതാണ്. എന്ത് പൊത്തിയാൽ ഇവിടെ 6 ആണ്. ഈ 6ന് എത്ര വന്നാലാണ് ഫസ്റ്റ് ടേം ആവുക? 24. 24 വരണമെങ്കിൽ 6ന്റെ കൂടെ എത്രയാണ്? 24 ആണെങ്കിൽ 20 ആവുമ്പോൾ 26 ആവും. എത്ര എണ്ണം? 18 അല്ലേ? ആ 18 വഴി നോക്കാം. പ്ലസ് നോക്കാം. 6 പ്ലസ് 18 24. കറക്റ്റ് അല്ലേ? എന്നിന്റെ കൂടെയുള്ള കോമൺ ഡിഫറൻസ്. യെസ്, ഇതാണ് ഈ സീക്വൻസിന്റെ nth ടേം. dn പ്ലസ് എഫ് മൈനസ് ടി ചെയ്താൽ ഇതാണ്. ഇനി ഇവിടെ നോക്കാം. 38, 48, 58 എക്സ്. ഇതാ എക്സ് എന്ന് ഈക്വൽ ടു എത്ര കൂടി? 10 വീതം കൂടെ 10 n എഴുതാം. 10 n എഴുതാം. ഇനി മൈനസ് ആ പ്ലസ് നമുക്ക് തീരുമാനിക്കണം. 10 വന്നു. ഞാൻ 10ലേക്ക് എത്ര വന്നാലും 38 ആകാം. 38 ആണെങ്കിൽ 10 ബാക്കി ഇതാ. ഇതിന്റെ കൂടെ നമ്പർ കൂടെ വന്നാൽ 38 ആവും. അപ്പൊ എത്ര എണ്ണം? 28 വേണം അല്ലേ? ഇതായിരിക്കും ഈ സീക്വൻസിന്റെ എൻട്രി. ഇവിടെ 75, 74 ആയിരിക്കുന്ന 73 എക്സ് ഈക്വൽ എത്ര കോമൺ ഡിഫറൻസ്? 1 കുറഞ്ഞു 1 കുറഞ്ഞു. ഒന്നല്ല മൈനസ് 1 അല്ലേ? അപ്പൊ മൈനസ് 1ന്റെ കൂടെ തന്നെയാണ്. ഇനി ഇവിടെ നമ്പർ വന്നാലാണ്, ഈ നമ്പർ കൂടെ വന്നാലാണ് എന്റെ ഐഡിയ. ഈ മൈനസ് 1ന്റെ കൂടെ എന്ത് വന്നാലാണ് 75 വന്നത്? 74 എന്നല്ല, പ്ലസ് 74 വന്നാലല്ല. ഇത് മൈനസ് പ്ലസ് ആണ്, ഇത് മൈനസ്. മൈനസ് 1ന്റെ കൂടെ 75 ആണെങ്കിൽ 76 ആണ്. 76. കാരണം ഇത് പ്ലസ് ആണെങ്കിൽ എന്താവും? 1 പ്ലസ് ആണെങ്കിൽ 75 കിട്ടണമെങ്കിൽ 74 മതി അല്ലേ? ഇവിടെ 1 മൈനസ് ആണ്. മൈനസ് 1 ആണെങ്കിൽ അതിന് ഒന്നുകൂടെ മാറിയാണ്. അപ്പൊ 76. ഇതാണ് അതിന്റെ ലാസ്റ്റ്. 43, 46, 49 എക്സ് ഈക്വൽ എത്ര കൂടി? 3 കൂടി 3 കൂടി അല്ലെ? 3 ആണ് പൊതു വ്യത്യാസം. എന്നും 3 n. ഓക്കെ, പിന്നെ 3ന്റെ എന്ത് വന്നാലാണ് 46, 43 ആകുക? 40 വരും. അതുകൊണ്ട് ഇവിടെ 40 വരും. ഇതാണ്. അപ്പൊ ഒരു സീക്വൻസ് കിട്ടിയാൽ പെട്ടെന്ന് അതിന്റെ nth ടേം കാണാൻ പഠിച്ചു. അതുപോലെ nth ടേം കിട്ടിയ സീക്വൻസ്. ഓക്കെ, അടുത്ത പോയിന്റ് പറയാം. 6, 8, 10, 12, 14 അങ്ങനെ എക്സെട്ര ഒരു സീക്വൻസ്. അത് പിന്നെ ഒരു സീക്വൻസിൽ അടുത്തുള്ള 3 എടുക്കുക. ആദ്യത്തെ 3 ആണെങ്കിൽ അടുത്തുള്ള 3. നമ്മൾ ഈ ആദ്യത്തെ 3 6, 8, 10. ഓക്കെ, ആ 6, 8, 10 മാത്രം. ഈ 3 ഒരു പ്രത്യേകത ഉണ്ട്. ഈ 3 രണ്ട് അറ്റത്തുമുള്ള 2 എക്സ്ട്രീമിലെ നമ്പേഴ്സ് ഏതാ? 6 ഉം 10 അല്ലേ? അത് രണ്ടും കൂട്ടി നോക്കാം. 6 ഉം 10 ഉം കൂട്ടിയാൽ 16 കിട്ടും അല്ലേ? എന്നിട്ട് അതിന്റെ പകുതി എടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഈ 2 നമ്പർ കൂട്ടുക. 10 മാർക്ക് കൂട്ടിയാൽ 16. അതിന്റെ പകുതി എടുത്താൽ നമുക്ക് ഈ നടുവിലെ സംഖ്യ അല്ലേ? ശരിയല്ലേ? ഇനി വേണ്ട 6 വേണ്ട, 8 ഉം 10 ഉം 12 കിട്ടുക.
8, 10, 12. അടുത്തുള്ള മൂന്നെണ്ണം എന്താ? ഇതിൽ ഈ രണ്ടെണ്ണം കൂട്ടിയ 12, 8 കൂടി 20 അതിന്റെ പകുതി കിട്ടില്ലേ? അടുത്തുള്ള രണ്ടെണ്ണം കൂട്ടിയാൽ അടുത്തുള്ള മൂന്നെണ്ണം എടുക്കുക. അതിൽ രണ്ടറ്റത്തുമുള്ള എക്സ്ട്രീംസിൽ രണ്ടാളുകൾ കൂട്ടിയാൽ മിഡിലിന്റെ നമ്പർ കിട്ടും. ഇല്ലെങ്കിൽ ഈ രണ്ടെണ്ണം കൂട്ടിയാൽ മതി. ഇത് രണ്ടും മാത്രം കൂട്ടി വെക്കുക. എത്ര? 20. ഇതിന്റെ ഡബിൾ ആയിരിക്കും. ഇത് കൂട്ടിയാൽ ഇതിന്റെ ഡബിൾ കിട്ടും. അല്ലെങ്കിൽ ഇത് കൂട്ടിയതിന്റെ ഹാഫ് ആയിരിക്കും. ഇവിടെ നോക്കാം 25, 30, 35. അതൊരു സീക്വൻസ് ആവണം. ഈ മൂന്നാണ് ആ രണ്ട് ഭാഗത്ത് കൂട്ടാം. പുറപ്പം 35, 25 കൂട്ടിയേക്കാം 60 ആകും. ഇത് രണ്ടും കൂട്ടി 25 കൂട്ടിയാൽ ഇത് കിട്ടില്ല. കൂട്ടിയിട്ട് പകുതി എടുത്താൽ നമുക്ക് എന്തെങ്കിലും സംഭവം ഈ നടുവിലെ സംഖ്യ. ഓക്കെ, അപ്പൊ ഏതൊക്കെ സീക്വൻസിലും അടുത്തുള്ള മൂന്ന് പദങ്ങളുടെ പ്രത്യേകത അതിലെ രണ്ടറ്റത്തുമുള്ള മൂന്നെണ്ണം എടുക്കുക. രണ്ടറ്റത്തുമുള്ള സംഖ്യ കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ നടുവിലെ സംഖ്യ. ഓക്കെ, അപ്പോ എ ബി സി നമ്പേഴ്സ് ആണ്. നമുക്കറിയില്ല വേരിയബിൾ ആണ്, നമ്പേഴ്സ് ആണ്. എത്ര നമ്പേഴ്സ് സ്വീകരിക്കുമെന്ന് അറിയില്ല, അരിത്മെറ്റിക് ആണെന്ന് അറിയില്ല. 10, 15, 20 അല്ലെങ്കിൽ 10, 14, 26 ഒക്കെ ആണെങ്കിൽ അരിത്മെറ്റിക് ആണ് അല്ല എന്ന് പറയാൻ പറ്റും. ഇത് അരിത്മെറ്റിക് ആണെന്ന് അറിയില്ല. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് എങ്കിൽ, അടുത്തുള്ള 3 ടേംസുകൾ ആണ് എങ്കിൽ ആ മൂന്നെണ്ണത്തിന്റെ പ്രത്യേകത ഈ രണ്ട് സംഖ്യകളും കൂട്ടി പകുതി എടുത്താൽ ഇത് കിട്ടും അല്ലെ? ഏതൊക്കെയാണ്? എയും സിയും കൂട്ടി പകുതി എടുത്താൽ എന്ത് കിട്ടും? നടുവിലെ സംഖ്യ. If A, B, C are the 3 consecutive terms of an arithmetic sequence, then the middle term B is equal to A plus C by 2. നടുവിലെ സംഖ്യ കിട്ടാൻ ഇത് രണ്ടും കൂട്ടിയിട്ടുണ്ട്. ഇനി ആ by 2 കൊണ്ട് കൊടുത്ത് നോക്കാം. അപ്പൊ 2B നോക്കാം. 2B equal to A plus C. ഓക്കെ, B equal to A plus C by 2 or 2B equal to A plus C. മൂന്ന് സംഖ്യയുടെ പ്രത്യേകത നടുവിലെ സംഖ്യ കിട്ടുമെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള രണ്ട് സംഖ്യകൾ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇത് 70, ഇത് അറിയില്ല, ഇത് 74. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാം അല്ലെ? ഈ സംഖ്യ പറയാം, ഇത് പറയാം, ഇത് അറിയില്ല. ഇതൊരു സീക്വൻസ് ആണ് എങ്കിൽ ഈ നമ്പർ കാണാം. എങ്ങനെ നടുത്ത സംഖ്യ കാണാം? അതാണെങ്കിൽ അത് രണ്ടും കൂട്ടി പകുതി എടുത്താൽ മതി. ഇതൊക്കെ 70ഉം 74 കൂട്ടി പകുതി എടുത്താൽ നമുക്ക് ഇവിടുത്തെ സംഖ്യ ആ എക്സ് കിട്ടും അല്ലെ? 70, 74 കൂട്ടിയാൽ 144. അതിന്റെ പകുതി 72. അപ്പൊ ഈ സംഖ്യ 72. അല്ലെങ്കിൽ അതായത് 70, 74 ആണ് 72 ആയിരുന്നു. പക്ഷെ ഇത് 70, ഇത് കുറെ ദൂരെയുള്ള 500 സംതിങ് ഒക്കെ ആണെങ്കിലോ അപ്പൊ അതിന്റെ അടുത്ത സംഖ്യ കിട്ടണമെങ്കിൽ പെട്ടെന്ന് കിട്ടില്ല. ചെയ്യുന്നു അതിന്റെ സീക്വൻസ് തന്നിരിക്കുന്നു. ഇതിൽ മിസ്സായ ടേംസ് ഏതെങ്കിലും സീക്വൻസ് ആണോ എന്നല്ല, ആണ്. അതിലെ മിസ്സിംഗ് ടേം കാണുന്നതാണ്. ആണോ എന്ന് പറയണമെങ്കിൽ 2 എണ്ണം പോരാ, 3 ടേം ആണ് അല്ലെ? തന്നിരിക്കുന്ന സീക്വൻസിലെ മിസ്സായ ടേംസ്, അതിന്റെ മിസ്സിംഗ് ടേംസ് അറിയില്ല. ഇതൊന്നും അറിയില്ല. ഇത് 15, 12. 12 കഴിഞ്ഞാൽ ഉടനെയാണ് 15. 3 കൂടി അരിത്മെറ്റിക് അല്ലേ? സമാന്തരമാണ്. 3 കൂടിയാണ് എങ്കിൽ പിന്നീട് 3 കൂട്ടിയത് 3 കൂട്ടിക്കോ 15 എത്രയും 18. വീണ്ടും 3 കൂട്ടാ 21. അങ്ങോട്ട് 3 കൂടുകയാണെങ്കിൽ ഇങ്ങോട്ട് 3 കുറയും അല്ലെ? 3 കുറഞ്ഞു, 3 കുറക്കുക 9, 3 കുറക്കുക 6. 6, 9, 12, 15, 18 അല്ലേ? അത് ഇതൊന്നും അറിയില്ല. ഇവിടെ 40, ഇവിടെ 40, 48 ആണ്. ഇത് അറിയില്ല, ഇതറിയും. ഇത് അടുത്തുള്ള രണ്ട് പദങ്ങളായിരിക്കും. അപ്പൊ പെട്ടെന്ന് മനസ്സിലായി ഇത് അടുത്തുള്ളതല്ല, അതിന്റെ അടിയിൽ വരണം. 48ഉം 40ഉം അറിയുമെങ്കിൽ എങ്ങനെയാണോ? ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് അതിന്റെ പകുതി അല്ലെ? 48ഉം 40ഉം ആഡ് ചെയ്താൽ 88. അതിന്റെ പകുതി കാണുമ്പോ 44. 48, 44, 4 കുറഞ്ഞു, വീണ്ടും 4 കുറഞ്ഞു. അപ്പൊ 4 കുറച്ച് ചെയ്താ 4 കുറച്ച 36, 4 കുറച്ച 32. അങ്ങോട്ട് 4 കുറയുന്നു പറഞ്ഞാൽ ഇങ്ങോട്ട് 4 കൂടുന്നു. 44, 48ആയി. 4 കൂട്ടൻ 52, 52, 4 കൂട്ടൻ 56. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഇത് 94 ആണ്, ഇവിടെ 106. എങ്ങനെ കാണും? ഇത് അവർ കൂട്ടിയിട്ട് പകുതി കിട്ടണം. 94ഉം 106ഉം കൂട്ടും. എത്ര കിട്ടും? 90. 100, 190. പിന്നെ 6, 14, 200. 200ന്റെ പകുതി എത്ര വരും? 100 അല്ലേ? അപ്പൊ 96 എന്നുള്ളത് 100ആയി, 6 കൂടി. പിന്നെ അതിലേക്ക് വീണ്ടും 6 കൂടുമ്പോ 106. അപ്പൊ 6 വീതം കൂടുന്നു. അപ്പൊ അങ്ങോട്ട് 6 കൂട്ടുമ്പോ 112. 6 കൂട്ടുമ്പോ 112. 6 കുറക്കുക 94, 88.
അതിന് 6 പോയാൽ 82. 82 6 പോയാൽ 76 അല്ലെ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് 10 ആണ്, ഇത് 11 and half ആണ്. അറിയില്ല ഐഡന്റിറ്റി കാണുന്നില്ല, ആണ് വിട്ട ഭാഗം കാണാം. 1.5 കൂടി 10 1.5 കൂടുമ്പോ 11 അല്ലെ. 1.5 വീതം കൂടുന്നു. 11 കൂടുമ്പോ 13, 1.5 കൂടുമ്പോ 14. 1.5 കുറക്കാം, 10 1.5 പോയി 8. 8 1 പോയി 1.5 പോയി 7 അല്ലെ. 7 1.5 കൂടി 8, 10 11 13 14. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് 69 ആണ്, 70 ആണ്. അറിയില്ല, ഇത് രണ്ടും കൂട്ടി പകുതി കിട്ടും. അത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. 69 എന്തോ ചെയ്ത് പിന്നെ അതേ എന്തോ ചെയ്താൽ നമുക്ക് 70 കിട്ടും. അപ്പൊ ഇവിടുന്ന് ഇവിടേക്ക് എത്ര ഇവിടുന്ന് ഇവിടെ എത്തണമെങ്കിൽ 1 കുറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ എത്താൻ അര കുറയണം, ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ വീണ്ടും ഒരു അര കുറയണം. അപ്പൊ 69 അര വെക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാണത് 69 അറിയില്ല 70. ഇവിടുന്ന് ഇത് അറിയാതെ ഇവിടേക്കാണ് 70, ഇവിടേക്കാണ് ഒന്നുകൂടി. ഇത് കിട്ടണമെങ്കിൽ കൂട്ടി പകുതി കിട്ടും. എന്നാൽ കൂട്ടി പകുതി റിസ്ക് എടുക്കേണ്ട ചില സമയത്ത് കിട്ടും. ഇത് 69 ആണ്, ഇത് 70 ആയി. ഒന്ന് കൂടി അടുത്തടുത്തല്ല, അടുത്തടുത്തായെങ്കിൽ 1 വീതം കൂട്ടിപ്പോയാൽ ഇതിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെയാണ് 1 കൂട്ടുക. അപ്പൊ ഇങ്ങോട്ട് 1 കൂടണമെങ്കിൽ ഇങ്ങോട്ട് അര കൂടി വീണ്ടും ഒരു അര കൂടുമ്പോൾ അവിടെ. അപ്പൊ അര വീതം കൂട്ടിയാൽ മതി. 69 69 70 70 71 അല്ലെ. എന്നിട്ട് അര ഓർക്കുമ്പോ 69 68 68 67. ഓക്കെ, അടുത്ത ഇത് 18√3 ആണ്, ഇത് 22√3. ബാക്കി അറിയില്ല. √3 ആണ് വെക്കട്ടെ, 18ഉം 22 ആണെങ്കിൽ അപ്പൊ അത് 18 4 കൂടി 22 അല്ലേ. കൂട്ടിയാൽ മതി, 40 പോയി 20. അല്ലെങ്കിൽ 18 എങ്ങനെ 22 4 കൂടുമ്പോ അപ്പൊ 2 പേർക്കും കൂട്ടുക, പിന്നെ 2 പെണ്ണും കിട്ടും. അപ്പൊ 2 കൂട്ടുക 18 ആവോ 20 ആണ്. 20 22 24 26. എന്നിട്ടോ 2 കുറച്ചോ 16 കുറച്ചാൽ കഴിഞ്ഞില്ല. റൂട്ട് 3കൾ കൊടുക്കും. 18 √3 20 √3 22 24 √3 26 √3 ഇങ്ങോട്ട് 16 √3 14 √3. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് ചെയ്യാ വിട്ടുപോയ പദങ്ങൾ കണ്ടു. ഓക്കെ, അപ്പോ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ 3ാമത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെക്ഷൻ നമ്മൾ തിരിച്ചു. ഓക്കെ.